ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം വർദ്ധിക്കാൻ പോകുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ തീർച്ചയായും അതെടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രദ്ധിക്കുക. എന്തിനാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെലവ് നമ്മുടെ പോക്കറ്റിൽ നിന്നും പോകാതെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസുകൾ. സാധാരണക്കാരന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒന്നുകൂടിയാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക എന്നത്. പലപ്പോഴും നമ്മൾ 2-3 വർഷം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ആശുപത്രി ചിലവിന് പോകുന്ന സാഹചര്യത്തെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പരിരക്ഷ ഒരുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ആരോഗ്യ ഇൻഷുറൻസിൽ നിങ്ങളും ഭാഗമാകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ എടുക്കാവുന്നതാണ്. എങ്ങനെ എടുക്കുകയാണെങ്കിലും ഒന്ന് തീർച്ചയായും ആവശ്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് ആർക്കെങ്കിലും ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് എടുക്കാനുള്ള ശ്രദ്ധ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട്. ഇതുവഴി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എളുപ്പമാണ്. മാർക്കറ്റിൽ എത്രയോ പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ്. എല്ലാം നല്ലതായി കൊള്ളണമെന്നില്ല. ഞാൻ നൽകുന്ന ലിങ്കിൽ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പ്ലാനുകൾ ഉണ്ടാകും. അതിന്റെ എല്ലാ കാര്യങ്ങളും താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്നത് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ ഒരു ഗുണം. താരതമ്യം ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഈ പറയുന്നത് പോലെ എടുക്കുകയാണെങ്കിൽ ചില ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാലോ, ഏജന്റ് മുഖാന്തരവും അല്ലാതെയും നമുക്ക് ഇൻഷുറൻസ് എടുക്കാമെന്നത്. ഏജന്റ് മുഖാന്തരമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അവർക്ക് കമ്പനി നൽകുന്ന കമ്മീഷൻ നമുക്ക് ഓൺലൈനിൽ ലാഭിക്കാനാകും. തീർന്നില്ല, ഒരു ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനായി എടുക്കുകയാണെങ്കിൽ 25% ഡിസ്കൗണ്ടും ലഭ്യമാണ്. നിങ്ങൾ ടാക്സ് നൽകുന്നവരാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും 80D പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും ലഭിക്കുന്നു. ഇനി നിങ്ങൾ പ്രവാസിയാണെങ്കിലോ നിങ്ങൾക്ക് GST റിട്ടേണും ലഭിക്കും. ഇനിയിപ്പോൾ നമ്മൾ കരുതുകയാണ് ഏജന്റിന്റെ കൈവശം തന്നെ എടുക്കാമെന്ന്. അങ്ങനെയാണെങ്കിലോ ഒരു കമ്പനിയുടെ മാത്രം ഇൻഷുറൻസ് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ധാരണയുണ്ടാകുള്ളൂ. അത് മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അതേസമയം ഇവിടെയാണെങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ഏത് കമ്പനിയാണോ ഇഷ്ടം, ഏത് പ്ലാനാണോ ഇഷ്ടം, അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 24/7 എന്ന രീതിയിൽ കസ്റ്റമർ കെയർ സപ്പോർട്ട്, അതേപോലെ തന്നെ ക്ലെയിം സപ്പോർട്ട് ഒക്കെ തന്നെ 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. ഇത് മാത്രവുമല്ല, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഉത്തരം നൽകാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജറും കമ്പനി നമുക്ക് നൽകും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാകുക എന്നത് വളരെയധികം പ്രധാനമാണ്. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉയരാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10. കുറഞ്ഞ തുകയ്ക്ക് എങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം? ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏത് വിധത്തിൽ എടുത്താലും ഉണ്ടാവുക എന്നതാണ് പ്രധാനം. 2 വിധത്തിൽ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഒന്ന്, നമുക്ക് പരിചയമുള്ള ഏജന്റ് വഴിയാണ്, അല്ലെങ്കിൽ കമ്പനി വഴി. അതല്ലെങ്കിൽ ലാഭകരമായി ഓൺലൈനായിട്ടും വാങ്ങാവുന്നതാണ്. ഏജന്റ് വഴി പോകുമ്പോൾ ഒരു കമ്പനിയുടെ മാത്രം വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുക. അതേസമയം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വിവിധ കമ്പനികളുടെ പ്ലാനുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. ഇത് പരസ്പരം താരതമ്യം ചെയ്ത് കുറഞ്ഞ ചെലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനും നമുക്ക് സാധിക്കും. ഞാൻ നൽകുന്ന ലിങ്കിൽ കയറി ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. 9, കണക്റ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ. പുതിയ നിയമപ്രകാരം കണക്റ്റഡ് ആശുപത്രികളുടെ പ്രശ്നം വരുന്നില്ല. മുൻപ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്താൽ ആ ഇൻഷുറൻസ് ലഭിക്കുന്ന ആശുപത്രിയിൽ മാത്രം പോയി ചികിത്സ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നമുക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും. ഏത് ആശുപത്രിയിലും ഏത് ഹെൽത്ത് ഇൻഷുറൻസിലായാലും ക്യാഷ്ലെസ് ആയിട്ട് മുൻകൂർ പണം അടയ്ക്കാതെ തന്നെ ചികിത്സ ലഭിക്കണമെന്ന പുതിയ നിയമത്തോടെ സംഗതി മാറി. ഇത് ആശ്വാസമായി എന്നാണോ കരുതുന്നത്? കാര്യങ്ങൾ അങ്ങനെയല്ല. ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കണക്റ്റഡ് ആശുപത്രികളാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ്ലെസ് ചികിത്സ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഒരു പരിചയവുമില്ലാത്ത ആശുപത്രികളിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ പണം തരാൻ കമ്പനി തയ്യാറാണെന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമേ അവർ ചികിത്സ തരാൻ തയ്യാറാവുകയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആശുപത്രികളിൽ തന്നെ പോയിട്ട് ആ ചികിത്സ ഉറപ്പാക്കുന്നതായിരിക്കും നന്നാവുക. പുതിയ നിയമം വന്നതോടെ കമ്പനിയുടെ ലാഭത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രീമിയം സംഖ്യ കൂടാനും കാരണമായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. 8, ക്യാഷ്ലെസ് ആണോ അതോ റീഇൻവേഴ്സ്മെന്റ് ആണോ? ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സയ്ക്ക് ശേഷം ഇൻഷുറൻസ് കമ്പനി പണം അവർക്ക് നൽകുന്നു.
അതിൽ നമ്മൾ പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ പണം അടച്ചതിനു ശേഷം പേപ്പറുകൾ സമർപ്പിച്ച് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പണം നൽകുന്ന രീതിയാണ് റീഇൻവേഴ്സ്മെന്റ്. ഇതത്ര നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ഇതും ഒരു കണക്കിന് ഉപകാരം തന്നെയാണ്. ഞാൻ കമന്റിൽ നൽകിയ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫിൽറ്റർ ഇട്ട് പെട്ടെന്ന് നോക്കാൻ കഴിയും. NRI ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. 7. നമ്മുടെ ഇൻഷുറൻസിൽ കോപ്പേ ഉണ്ടോ എന്നാണ്. അതായത് ഉപഭോക്താവും കമ്പനിയും ഒരുപോലെ പണം അടയ്ക്കേണ്ട രീതിയാണിത്. ഇതിലെ പ്രീമിയം തുക കുറവായിരിക്കും. ഉദാഹരണത്തിന് ഒരു ലൈഫ് ഇൻഷുറൻസിൽ 80% കമ്പനിയും 20% നമ്മളുമായിരിക്കും അടയ്ക്കേണ്ടി വരിക. ഇൻഷുറൻസ് പ്ലാനിൽ ഇതുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെ സോണൽ കോപ്പേ എന്നൊരു വിഭാഗം കൂടിയുണ്ട്. ചിലയിടത്ത് നല്ല ചികിത്സ കിട്ടുമെങ്കിലും അവിടെ പണം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കമ്പനി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 6. റൂം റെന്റ് ലിമിറ്റ്. റൂം റെന്റ് ലിമിറ്റ് ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികമായും അതിന്റെ ഫീച്ചേഴ്സ് അല്പം കൂടുതലായിരിക്കും. ചിലതിന് റൂം റെന്റിന്റെ ലിമിറ്റ് ഉണ്ടാകും. ഇപ്പം 5000 രൂപയുടെ റൂമാണ് നമുക്ക് എടുക്കാൻ പറ്റുകയെങ്കിൽ നമുക്ക് പോയിട്ട് 10000 രൂപയുടെ റൂം എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കിട്ടുക തന്നെ ചെയ്യും. എങ്ങനെയാണെന്നല്ലേ? റൂം ഇരട്ടി തുകയ്ക്ക് എടുത്തത് കൊണ്ട് ചികിത്സയൊക്കെ ഇരട്ടി തുകയായിട്ട് കമ്പനി അങ്ങ് കരുതും. അത് തരാൻ അവർ തയ്യാറാവുകയുമില്ല. അപ്പോൾ 5 ലക്ഷത്തിന്റെ ബില്ലാണ് വരുന്നതെങ്കിൽ 2.5 ലക്ഷം മാത്രമേ കമ്പനി തരാൻ തയ്യാറാവുകയുള്ളൂ. 5. സബ് ലിമിറ്റ്സ്. നമുക്കൊരു 20 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ആണ് ഉള്ളതെന്ന് കരുതുക. ഇതും കരുതി എല്ലാ അസുഖത്തിനും ഇത് ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല. കാരണം ഏത് രോഗത്തിനും ഇത്ര തുക ലിമിറ്റ് എന്ന രേഖകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാകും. ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ രോഗത്തിന് 2 ലക്ഷമാണെങ്കിൽ 3 ലക്ഷമാണ് നമുക്ക് ചികിത്സയ്ക്ക് ചെലവായാൽ നമുക്കത് കമ്പനി തരില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 4. വെയിറ്റിംഗ് പീരീഡ്. എല്ലാ ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ ഒരു കൃത്യസമയം ആവശ്യമാണ്. ഇത് ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ ആക്റ്റീവ് ആകുകയുള്ളൂ എന്ന ഇൻഷുറൻസ് പേപ്പറിൽ പറയുന്നുണ്ടാവും. അതാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. കുറഞ്ഞത് 30 ദിവസം വരെയാണ് ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് വരിക. അതേസമയം നമുക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് യാദൃശ്ചികമായിട്ട് നടക്കുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ള തുക കമ്പനി തരാൻ തയ്യാറാവുകയും ചെയ്യും. 3. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസസ്. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ചെലവ് വരുന്ന തുകയും ആശുപത്രി വിട്ടതിന് ശേഷം നമുക്ക് ചിലവ് വരുന്ന തുകയും ഒക്കെ ലഭ്യമാക്കുന്ന ഇൻഷുറൻസുകൾ ഇന്ന് കമ്പനി നൽകുന്നുണ്ട്. അത് ഫിൽട്ടർ ഇട്ട് കണ്ടെത്തണമെന്ന് മാത്രം. അതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. 2. ഡേ കെയർ ട്രീറ്റ്മെന്റ്. പ്രായമായവർക്ക് ആശുപത്രിയിൽ പോയി അന്ന് തന്നെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാതെ തന്നെ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന സ്കീമുകൾ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസിൽ ഉണ്ടാകും. അതെല്ലാം നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ പോയി ഓപ്പറേഷൻ ചെയ്ത് വൈകിട്ട് തിരിച്ചെത്തുന്ന കേസുകളും ഉണ്ട്. ചില പോളിസികളിൽ അഡ്മിറ്റ് ആകാതെ ഇൻഷുറൻസ് ലഭ്യമാക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ അതിന് പകരം കമ്പനിയെ ഈ വിവരം അറിയിച്ച ശേഷം ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ OP മാത്രമുള്ള ഇൻഷുറൻസുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതെല്ലാം താരതമ്യം ചെയ്ത് മാത്രം എടുക്കണമെന്ന് മാത്രം. ഞാൻ നൽകുന്ന ലിങ്കിൽ കയറി നോക്കി ഫിൽട്ടർ ഇടുകയാണെങ്കിൽ ഓഫ്ലൈൻ എടുക്കുമ്പോൾ ഉള്ളത്ര പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഒരുപാട് സമയം പോകുമെന്നാണോ കരുതുന്നത്? അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. ഫിൽട്ടർ ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണുള്ളത്. 1. എക്സ്ക്ലൂഷൻസ്. ചില സന്ദർഭങ്ങളിൽ ചില ചികിത്സയ്ക്ക് കമ്പനി പണം നൽകിയെന്ന് വരില്ല. ഉദാഹരണത്തിന് നമ്മുടെ പല്ലിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അതിനൊരു ചികിത്സ വേണം. അതിന്റെ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിൽ ലഭ്യമാകണമെന്നില്ല. അതേസമയം അത് ആവശ്യമായ ഇൻഷുറൻസ് നമുക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കോസ്മെറ്റിക് സർജറി പോലുള്ളവയൊന്നും ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെട്ടതായിരിക്കില്ല. അത്തരം എക്സ്ക്ലൂഷൻസ് ഇതിൽ സർവ്വസാധാരണമാണ്. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 25% വരെ ഡിസ്കൗണ്ടിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്ടമുള്ള കമ്പനിയുടെ എടുക്കാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം, താരതമ്യം ചെയ്യാം. നമ്പർ നൽകിയാൽ അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് കോളും വരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും കഴിയും. ബോധ്യപ്പെട്ട ശേഷം മാത്രം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാവുന്നതുമാണ്. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതൂ.